വളരെ മോശമായ ഹേറ്റ് സ്പീച്ച് പലതും കുഞ്ഞു പിള്ളേരാണ്. വന്നൊരു കമൻറ്റ് ഓർമ്മ വരുന്നത് ഹിയർ വി കം, അതായത് നിങ്ങൾക്കെതിരെ ഭീഷണിയാണ്. പീരീഡ്സ് ആയാലേ സ്ത്രീ ആവുള്ളൂ, അല്ലെങ്കിൽ പ്രസവിച്ചാലേ സ്ത്രീ ആവുള്ളൂ. അപ്പോൾ പീരീഡ്സ് ആവാത്ത സ്ത്രീകളുണ്ട്, എനിക്കറിയുന്നവരുണ്ട്. ചന്ദ്രനെ നോക്കി താഴെ നിന്ന് ചെന്നായ്ക്കളെ ഊരിയിട്ടതുകൊണ്ട് എന്തെങ്കിലും ചന്ദ്രന് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പോലെ തന്നെ. സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി ഇതെല്ലാം ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഉതകുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നുണ്ട്. നമസ്കാരം, അദ്രിജ പണിക്കരാണിത്. അപ്പോൾ ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് വീഡിയോസിലൂടെ അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി കലോത്സവം നടന്ന സമയത്താണ് ഇദ്ദേഹം വളരെയധികം പ്രശസ്തി ആർജിച്ചത്. ആദ്യത്തെ ട്രാൻസ് വുമൻ ജഡ്ജായിട്ട്, ഡാൻസിന് ജഡ്ജായിട്ട് എത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഡാൻസിന് ഒരുപാട് സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ മനുഷ്യരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ചേച്ചി, നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരുപാടധികം ഇപ്പോൾ ഏതൊരു ട്രാൻസ് വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പേജസ് ഒക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും അതേ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഒരു മഴ എന്ന് പറയാം, അത്രയധികം ചീത്തവിളികൾ, അതുപോലെ തന്നെ ഒരുപാട് മനസ്സിനെ വിഷമിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയും അധികം സെക്സ് എഡ്യൂക്കേഷൻസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂസ് കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് പോലും ഇപ്പോഴും അതൊന്നും മനസ്സിലേക്ക് എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ എങ്ങനെ ഇനി അവരിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്? നമുക്ക് സാധിക്കുന്നത് അതായത് ഹോമോഫോബിയ എന്ന് പറയുന്നത് ഒരു ഇൽനെസ്സാണ്. അതിന് ഒരേ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. സെൽഫായിട്ട് ഞാൻ എഡ്യൂക്കേറ്റഡ് ആവണം എന്ന് വിചാരിച്ചാൽ മാത്രമേ അവർ എഡ്യൂക്കേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് നിയമങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ഒക്കെ വന്നതിന് ശേഷവും ഇതുപോലെ ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർക്കെതിരായിട്ട് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് മുഖമില്ലാത്ത പലതും ഫേക്ക് പ്രൊഫൈൽസാണ്. അതിലൂടെ വന്ന് നടത്തുന്ന ഈ ഒരു ഹെയ്റ്റ് സ്പീച്ച്, അതിന് നമുക്ക് തുടച്ചു നീക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോർ ചെയ്യുക, മുന്നിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എത്ര നല്ല വീഡിയോസ് ആയാലും, എത്ര എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാലും അതിന് താഴെ വന്ന് നല്ലൊരു ചിത്രമായിരിക്കും പങ്കുവയ്ക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിന് താഴെ വന്ന് വളരെ മോശമായ ഹേറ്റ് സ്പീച്ച് പലതും കുഞ്ഞു പിള്ളേരാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പ്രൊഫൈലിലേക്ക് പോയി നോക്കുമ്പം 15ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരം കമൻറ്റുകൾ ഇടുന്നത്. മഴവില്ല്, അല്ലെങ്കിൽ മഴവിൽ മാഫിയ, LGTV ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇതിൽ തുടങ്ങി അങ്ങേയറ്റത്തെ അസഭ്യം വരെ പറയുന്ന കമൻറ്റുകൾ വരാറുണ്ട്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല ജീവിതം എന്നുള്ളതാണ്. ഇങ്ങനെയല്ല ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് മാത്രം അവരവർ മനസ്സിലാക്കുക എന്ന്. അതെ. ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഏറ്റവും അധികം നമുക്ക് ചോദിക്കാനുള്ളത് ഡാൻസിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡാൻസ് എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാഷൻ എങ്ങനെയാണ് എത്തിയത്? അതായത് എൻ്റെ അച്ഛൻ്റെ നാട് തമിഴ്നാട്ടിലാണ്, നാഗർകോവിലാണ്. കുഞ്ഞു പ്രായത്തിലെ തന്നെ അവിടെ നിന്ന് ഞാൻ മലയാളം പഠിക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അമ്മ ഇവിടെ നാട്ടിൽ വല്യമ്മയുടെ വീട്ടിലാണ്. അവിടെ ചേച്ചിമാർ രണ്ടുപേരും ഡാൻസേഴ്സാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായം മുതലേ ഇത് കണ്ട് വളർന്ന് വന്ന ഡാൻസ് ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് ഫുള്ള്. പിന്നെ സ്കൂളുകളിലും അമ്പലങ്ങളിലും ഒക്കെ ചേച്ചിമാരുടെ കൂടെ ഡാൻസ് ചെയ്ത് അങ്ങനെയാണ് ഡാൻസിലേക്ക് വരുന്നത്. പിന്നെ ഒരു പ്രായത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് നിർത്തേണ്ടി വരുന്നു. സ്ത്രൈണത ഉണ്ടാവുന്നു. സ്കൂളിലും അയൽവക്കത്തും ഒക്കെ ഉണ്ടാവുന്ന ബുള്ളിങ്, കളിയാക്കലുകൾ, അതിൻ്റെയൊക്കെ തുടർന്ന് വീട്ടിലിൻ്റെ നിർബന്ധത്തിനെ തുടർന്ന് ഡാൻസ് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്കൂളിൽ ആദ്യമായി ഹൗസ് വൈസ് കോമ്പറ്റീഷൻസ് വരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസ് പഠിച്ച ഒരു കുട്ടിയാണെന്ന് ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അറിയാം. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ, അതായത് ഞാൻ പ്രതിനിധീകരിച്ച ഹൗസിലെ ടീച്ചേഴ്സൊക്കെ വീട്ടിൽ പ്രഷറൈസ് ചെയ്തിട്ട് വീണ്ടും നൃത്തത്തിലേക്ക് വരികയുണ്ടായി. ആ വർഷം ഞാനായിരുന്നു ആ ഹൗസിൻ്റെ ക്യാപ്റ്റനും. ഫസ്റ്റ് ഗവൺമെൻറ് HS വാഴമുട്ടം സ്കൂളിൽ ആദ്യമായി
ഹൗസ് കൊണ്ടുവന്ന വർഷം ഞാൻ ലീഡ് ചെയ്ത, ഞാൻ ക്യാപ്റ്റനായിരുന്ന ആ ഒരു ഹൗസായിരുന്നു ആദ്യത്തെ ഹൗസ് കപ്പ് നേടിയത്. പിന്നെ നൃത്തം പിന്നെ വിട്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ജീവിതത്തിൻ്റെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ നൃത്തമാണ് ജീവിതം എന്ന് മനസ്സിലാക്കി നൃത്തത്തിനെ വിട്ടുപോകാണ്ട് നൃത്തത്തിലേക്ക് ഇന്നും തുടർന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയുന്നത് ഏത് വയസ്സിലാണെന്ന് പറയാം? ഏത് വയസ്സിലാണെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ പ്രായം മുതലേ തന്നെ നമ്മളൊരു വ്യത്യസ്തരാണ്. അതായത് ഈ കൂടെയുള്ളവരാണ് ആദ്യം നമുക്കത് മനസ്സിലാക്കി തരുന്നത്. കളിയാക്കലുകളിലൂടെയും പരിഹാസങ്ങളിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആണ്, നമ്മൾ ഇവരെ പോലെയല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളെ പോലെയോ സഹപാഠികളെ പോലെയല്ല എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രായത്തിലേ മനസ്സിലാവുകയാണ്. പിന്നീട് അപ്പോൾ നമുക്കറിയില്ല ഈ എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, എന്താണ് സെക്ഷുവാലിറ്റി, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ആഫ്റ്റർ ഒരു ഏജ് ഒരു 20 വയസ്സ് ഒക്കെ എത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്താണ് സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്, എന്നിലുള്ളത് എന്താണ്, എന്നിലെ വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു 20 വയസ്സോട് കൂടിയിട്ടാണ്. പിന്നീട് ഒരു 5 വർഷത്തോളം ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്നൊരു നിമിഷം കമൗട്ടായി ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്വുമനാണെന്ന് പറഞ്ഞു വന്ന ഒരു വ്യക്തിയല്ല. കൃത്യമായ ഒരു 5 വർഷത്തോളം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എന്നിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാനൊരു സ്ത്രീയായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് എങ്ങനെയായിരുന്നു? സപ്പോർട്ടാണോ അതോ ഇതിന് എതിർപ്പാണോ ഉണ്ടായിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ? നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നമ്മുടെ മാറ്റങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവർ അവരാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിലും എൻ്റെ മാറ്റങ്ങളെ അവർ നല്ലപോലെ, അച്ഛനില്ല, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചുപോയതാണ്, അമ്മയാണുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ആ മാറ്റങ്ങളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കമൗട്ട് ആവണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. എന്തായാലും ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ആ സമയത്തായിരുന്നു സർജറിയുടെ ഭാഗമായി പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കകൾ പകർന്നു. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഇങ്ങനെയാണ്, കാരണം ഞാൻ 5 വർഷത്തോളം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്തു. എന്തായാലും അവർ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് എന്നുള്ള രീതിയിൽ അമ്മ കൂടെ നിന്നു. ഇപ്പോഴും ഫാമിലിയിലോടൊപ്പമാണ്. അതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നോ തുടക്കത്തിൽ? ഇപ്പോൾ 32ഓളം വരുന്ന ഓപ്പറേഷൻസ്, അതിൽ ഹോർമോൺ ചേഞ്ചസ് എല്ലാം വരുമ്പോൾ നമ്മുടെ മെൻ്റലി എല്ലാം കൂടി നമ്മൾ ഒത്തിരി ഡിപ്രഷൻസിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, അങ്ങനെ ഒരുപാട് ഒരു ഓളം പോലെയാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ അത്രയും ഒരു വലിയ ജേർണിയാണത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? എനിക്കങ്ങനെ പലരും പറയാറുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ. എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് അങ്ങനൊരു അനുഭവം ഇല്ല. ഈവൻ ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആയാലും എന്തെന്ന് വെച്ചാൽ അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാത്തത് എന്തെന്ന് വെച്ചാൽ അത്രയധികം സ്ത്രീ ആയി മാറണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ചിലപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് കത്തി കൊണ്ട് കൈ മുറിഞ്ഞാൽ പോലും സഹിക്കാൻ പറ്റാണ്ട് കരയുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ് ഒരു പ്രസവ വേദന അത്രയും സഹിച്ചൊരു കുഞ്ഞിന് അമ്മയാവുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ആ ഒരു സ്ത്രീത്വത്തിലേക്ക് അത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ആ സ്ത്രീത്വത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് കൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായോ തോന്നിയിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ഹോർമോൺ തെറാപ്പിക്ക് അതിൻ്റേതായിട്ടുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാനേജ്ഡ് ഇറ്റ് സംഹൗ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കമൻസിലൊക്കെ തന്നെ അതേപോലെ ചേച്ചി ചെയ്ത വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പീരീഡ്സ് ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ പ്രസവിച്ചില്ലെങ്കിൽ പെണ്ണാകില്ല എന്ന സംഭവം. അപ്പോൾ ശരിക്കും ഈ നമ്മൾ ഈ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ പെണ്ണായി മാറി അല്ലെങ്കിൽ ട്രാൻസ്വുമൺ ആവാന്ന് പറയുമ്പോൾ ചിലരുടെ വിചാരം ഇപ്പോൾ പീരീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഓപ്പറേഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് എത്രത്തോളമാണ് മാറുന്നതെന്ന് പറയാമോ? ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ സ്ത്രീ ആകണമെങ്കിൽ പീരീഡ്സ് ഉണ്ടാവണം, പ്രസവിക്കണം എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എനിക്ക് പീരീഡ്സ് ആയാലേ സ്ത്രീ ആവുള്ളൂ അല്ലെങ്കിൽ പ്രസവിച്ചാലേ സ്ത്രീ ആവുള്ളൂ. അപ്പോൾ പീരീഡ്സ് ആവാത്ത സ്ത്രീകളുണ്ട്, എനിക്കറിയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശസ്തയായ ഒരു ചലച്ചിത്ര
താരം സറോഗസിയിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി. അപ്പോൾ അവർ സ്ത്രീയല്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ പ്രസവിക്കുക അല്ലെങ്കിൽ പീരീഡ്സ് ആവുക അല്ലെങ്കിൽ സമൂഹം വരച്ചു വെച്ച കുറേ കാഴ്ചപ്പാടുകളുണ്ട്. സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ, പുരുഷനാണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ നിന്നാലേ സ്ത്രീ ആവുള്ളൂ അല്ലെങ്കിൽ പുരുഷനാവുള്ളൂ എന്നുള്ള കാലമൊക്കെ പോയി. അതുകൊണ്ട് ഇനിയും ഈ മാറിയ സമൂഹത്തിൽ, മാറിയ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒരു സർജറിയിലൂടെ എത്രത്തോളം സ്ത്രീ ആവാമെന്ന് ചോദിച്ചാൽ പരിപൂർണമായൊരു സ്ത്രീ ആവാൻ സാധിക്കും. അത് സർജറി ചെയ്യാതെയും പരിപൂർണമായൊരു സ്ത്രീ ആവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സർജറി അല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇതാക്കുന്നത്, സർജറികളല്ല. ഇപ്പോൾ ഒരു സർജറിയും ചെയ്തില്ല, ഞാനൊരു സ്ത്രീയാണ്, ആ സ്ത്രീത്വത്തിൻ്റെ എല്ലാ അർത്ഥത്തോടും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തി സ്ത്രീയാണ്. നമ്മൾ എത്രയോ കേൾക്കുന്നു, ജനിപ്പിച്ച അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാഴ്ചകൾ, വാർത്തകൾ എത്രത്തോളം കേൾക്കുന്നുണ്ട്. അതിലൊക്കെ അപ്പുറത്ത് ഒരു സ്ത്രീ എന്താണ് എന്ന്, ഒരു അമ്മ എന്താണ് എന്ന് അത്രയധികം ഉണർന്ന മനുഷ്യർ സർജറി ചെയ്യാതെ തന്നെ ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ജീവിച്ചാൽ അവർ സ്ത്രീയാണ്. സർജറി തന്നെ ചെയ്യണം എന്നില്ല. ഇപ്പോൾ ചേച്ചി തന്നെ ഒരുപാട് സ്കൂളുകളിൽ, അതുപോലെ ഒരുപാട് സ്റ്റേജുകളിൽ ഒക്കെ തന്നെ അവയർനെസ് ക്ലാസ്സസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെ ഈ ജെൻഡർ, സെക്സ്, അതുപോലെ സെക്ഷുവാലിറ്റി ഇതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ബോധം ഉണ്ടാക്കുക എന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊന്ന് പറയാമോ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ 2 ജെൻഡർ സ്ക്വാഡ് അല്ലെങ്കിൽ ക്യൂർ വിരുദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ചില മതസംഘടനകളൊക്കെ ക്യൂർ വിരുദ്ധത പരസ്യമായി, ക്യൂർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ക്യൂർ വിരുദ്ധതയല്ല, അത് മനുഷ്യവിരുദ്ധതയാണ്. ഒരു കൂട്ടം മനുഷ്യർക്കെതിരെയാണ് വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ 2 ജെൻഡർ സ്ക്വാഡ്, 2 ജെൻഡറേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെ മനുഷ്യരെ മൊത്തത്തിൽ ഒരു മാനസിക രോഗികളാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇവർ ഇതാണ്, അതാണ് എന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ ചാപ്പകുത്തി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ഇത്തരം അവയർനെസ് ക്ലാസ്സുകൾ വളരെ അത്യാവശ്യമാണ്. അതിൽ കൂടാതെ തന്നെ ഇപ്പോൾ തൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി, തൻ്റെ ബെഞ്ചിൽ അടുത്തിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്കൊരു വ്യത്യസ്തതയുണ്ടെങ്കിൽ അത് ലിംഗലൈംഗിക ന്യൂനപക്ഷ വ്യത്യാസം തന്നെ ആവണം എന്നില്ല. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ കൂടെ ചേർത്ത് നിർത്താൻ, തന്നോളം താനാണ്, തന്നിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല എന്ന് കൂടെ ചേർത്ത് നിർത്താൻ ഒരു കുട്ടിക്ക് കഴിയണം. അങ്ങനെയാണ് മനുഷ്യർ വളരേണ്ടത്. ആ വളർച്ചയ്ക്കാണ് ഈ അവയർനെസ് ക്ലാസ്സുകൾ, അത്യാവശ്യമാണ്. ഇത്തരം ക്ലാസ്സുകൾ കൊണ്ട് അവര് ജെൻഡർ മാറിപ്പോവും അങ്ങനെ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈഡ് ക്യൂറിന്റെ ഒരു റാലി നടക്കുന്നു, അതിലൊക്കെ അപ്പോൾ നഗ്നത പ്രദർശനമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ അതിൽ കമന്റ്സ് ഇടുന്നവരുണ്ട്. അപ്പൊ അവരോടൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രവണതയോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ കമന്റുകൾ പറയുന്ന പ്രവണതയോട്, ഇപ്പോൾ ഒരു റാലി നടക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൈഡിന്റെ ഷോ നടക്കുന്നു, അവിടെയെല്ലാം വന്നിട്ട് അതല്ലെങ്കിൽ അതിന്റെ ഇപ്പോൾ ഏതെങ്കിലും മീഡിയ കവർ ചെയ്യാന്നാണെങ്കിൽ അവരെ കൂടി പറയുന്ന രീതിയിൽ ഒരു തരം കമന്റ്സും അതുപോലെ തന്നെ അന്തിചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെയാണ് പറയാനുള്ളത്? ഇപ്പം കേരളത്തിൽ പുരോഗമന സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ പുരോഗമനതയെ ഏറ്റവും അധികം കൂടെ പിടിച്ച ഒരു കലാലയമാണ് മഹാരാജാസ്. എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ പുരോഗമനത്തെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ കൂടെ ചേർത്ത് നിർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് നൽകിയ ഒരു കലാലയമാണ് മഹാരാജാസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും ഈ ഏതോ ചലച്ചിത്രത്തിൽ ചില ഭാഗങ്ങളെ, ഒരു ഡയലോഗ് ഭാഗങ്ങളെ എടുത്ത് ആ കോളേജിനെ കളിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇല്ലേ? അപ്പോൾ ഈ അതായത് നമ്മൾ പറയാറില്ലേ, ചന്ദ്രനെ നോക്കി താഴെ നിന്ന് ചെന്നായ്ക്കളെ ഊരിയിട്ടതുകൊണ്ട് എന്തെങ്കിലും ചന്ദ്രന് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് പോലെ തന്നെ എപ്പോഴും അടിച്ചമർത്താനും കളിയാക്കുവാനും അല്ലെങ്കിൽ വളരാണ്ട് താഴ്ന്നു പോകാനും വേണ്ടി ഒരു കൂട്ടം സമൂഹം എപ്പോഴും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മൾ ഏതൊരു ഇതിന് വളർന്നു വന്ന ഏതൊരു വ്യക്തിയെ ആയാലും സമൂഹത്തെ ആയാലും നോക്കിയാലും ഈ പറയുന്ന പോലെ അവരെ പരിഹസിച്ച, കളിയാക്കിയ, നശിച്ചു പോകുമെന്നും നിങ്ങൾ വളരില്ല എന്നും നിരുത്സാഹപ്പെടുത്തിയ ഒരു കൂട്ടം സമൂഹമുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഈ സമൂഹം ഇത്രയധികം വളർന്നു വന്നത്. ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിനൊക്കെ
ഒരുപാട് അധികം മീഡിയാസ് തന്നെ ഒത്തിരി അധികം അനാവശ്യമായ രീതിയിൽ വളച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കമന്റ്സിൽ അതേപോലെ ഈ ഹരഹര മഹാരാജ എന്ന് പറഞ്ഞിട്ട് വളരെയധികം അവരെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് കൊണ്ടുവന്നിരുന്നത്. ഒരുപാട് അധികം ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണത്. അതിനെയാണ് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരുപാട് ട്രോൾ വീഡിയോസ് ഇറക്കിയിരുന്നു. അതിന് വളരെയധികം റീച്ചാണ് കിട്ടുന്നത് നമ്മുടെ കേരളത്തില്. അപ്പൊ അത്രയും റീച്ച് വരുമ്പോൾ അത്രയ്ക്കും ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തെളിവും കൂടിയാണല്ലോ അത്. അപ്പൊ അതിനെ നോക്കി കാണുമ്പോൾ ഒരു ഭീതി എപ്പോഴും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അതിന് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഒരു യുവതലമുറ കുട്ടികൾ ഇതിൽ ആകൃഷ്ടരാകുന്നു അല്ലെങ്കിൽ ഇതിൽ അടിമപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭീതി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്കൊരു വന്നൊരു കമൻറ്റ് ഓർമ്മ വരുന്നത്, ഹിയർ വി കം, അതായത് നിങ്ങൾക്കെതിരെ ഭീഷണിയാണ്, നിങ്ങൾക്കെതിരെ ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ ആർക്കെതിരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? മനുഷ്യർക്കെതിരെയാണ്, മനുഷ്യത്വത്തിനെതിരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എത്ര തന്നെ കളിയാക്കിയാലും എത്ര തന്നെ പരിഹസിച്ചാലും എത്ര തന്നെ നിങ്ങൾ ഇതുപോലെ വന്ന് ഫേക്ക് അക്കൗണ്ടുകളിലൂടെയും ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങൾ കുത്തിനോവിച്ചാലും ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായി തുടരുന്നിടത്തോളം കാലം, ഇവിടെ പുരോഗമനവാദത്തെ കൂടെ പിടിക്കുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം, ഇവിടെ ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യരെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം നമ്മൾ പുരോഗമനത്തെ കൂടെ പിടിച്ച് സമൂഹത്തെ വളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പുറകിലേക്ക് കാളവണ്ടി കയറി പോവില്ല. വില്ലുവണ്ടി കയറി വന്നവരാണ് നമ്മൾ, തിരിച്ച് കാളവണ്ടി കയറി പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു മെന്റൽ ഇൽനെസ് ആയിട്ട് പറയുന്നവരുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മെന്റൽ ഇൽനെസ് ആണ് ചികിത്സിച്ചാൽ മാറും. നമ്മളിപ്പോൾ അടുത്തൊരു വാർത്ത കേട്ടിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി ചെന്ന ഒരു ട്രാൻസ് വ്യക്തിക്ക്, യുവതിയാവാൻ വേണ്ടി ഓപ്പറേഷന് വേണ്ടി ചെന്ന ഒരു വ്യക്തിക്ക് കൺവേർഷൻ തെറാപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ അത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി ആളുകളിൽ ഭീതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസ് ആയിട്ടുള്ള കുട്ടി തൻ്റെ വീട്ടിൽ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ശേഷം ആ മാതാപിതാക്കൾ കൂടി പേടി വരികയാണ്. ഈ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ കാത്തിരിക്കുന്നത് ഒരുപാട് ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നുള്ളത്. അതല്ലെങ്കിൽ ഇതൊരു അസുഖമാണ്, ചികിത്സിച്ചാൽ മാറും എന്ന രീതിയിൽ പാരൻസിനെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അതിനോട് എന്താണ് പറയാനുള്ളത്? ഇത് ആക്ച്വലി ഒരു മെൻ്റൽ ഇൽനെസ് അല്ല, അത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കാലത്ത് മെൻ്റൽ ഇൽനെസ് എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ലോകത്തുടനീളം ഇതൊരു മെൻ്റൽ ഇൽനെസ് ആണ്, ചികിത്സിച്ചാൽ മാറും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അത് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ WHO പോലെയുള്ള സംഘടനകൾ നടത്തിയ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മെൻ്റൽ ഇൽനെസ് അല്ല, ഒരു മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ അല്ല എന്ന് കൃത്യമായി തെളിയിച്ചു. DSM-5 ICD-11 ഒക്കെ ICR-11 അതിലുമൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ വീണ്ടും നമ്മളത് മെൻ്റൽ ഇൽനെസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. കാരണം ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഭൂമി ഉരുണ്ടതല്ല പരന്നതാണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നു കഴിയുന്നത് പോലെയാണ് ആ ഒരു കാര്യം വരുന്നത്. തീർച്ചയായും ഇങ്ങനെ സമൂഹത്തിൽ ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രചരണങ്ങൾ കൊണ്ട് ഭാവിയിൽ വരുന്ന കുട്ടികളുടെ ഈ പറയുന്നത് പോലെ ഒരു ഭീതി ഉണ്ടാവാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പല കുട്ടികളെയും വീട്ടിൽ അക്സെപ്റ്റ് ചെയ്ത് വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് ട്രാൻസ്ജെൻഡർ മനുഷ്യർ വർഷങ്ങളോളം നടത്തിയ പോരാട്ടങ്ങളുടെയും അല്ലെങ്കിൽ അവർ നടത്തിയ അവകാശ പോരാട്ടങ്ങളുടെയും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അക്സെപ്റ്റൻസ് വീട്ടിൽ പോലും ഉള്ളത്. അപ്പോൾ അതിനൊരു തടസ്സമാകുന്നതാണ് ഇത്തരം വാദങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടു ജെൻഡർ സ്ക്വാഡുകാരുടെയോ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളെ കേൾക്കുകയല്ല വേണ്ടത്. പിന്നെ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അട്ട് എ ബ്ലണ്ടർ. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് പനി ചികിത്സിച്ച് മാറ്റുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖം ചികിത്സിച്ച് മാറ്റുന്നത് പോലെയോ കിഡ്നി സ്റ്റോണ് കിഡ്നിക്കകത്ത് നിന്ന് എടുത്ത് കളയുന്നത് പോലെയോ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാറ്റാൻ സാധിക്കില്ല. എങ്ങനെ പറ്റും?
ഇതാണ് എൻ്റെ വ്യക്തിത്വം. എൻ്റെ ഈ വ്യക്തിത്വത്തെ എങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും? നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കുറേ മരുന്നുകൾ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഹോർമോൺ ഇതിനായി കുറേ തെറാപ്പി ചെയ്യുമായിരിക്കും. അതിൽ കൂടിയിട്ടൊക്കെ ഗോത്രൂ ചെയ്ത ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അവരിന്ന് ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കാണുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചെയ്തിട്ട് അവരിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്നവരാണ്. എന്നിട്ടും അവരിൽ മാറ്റം ഉണ്ടായില്ല എന്നാണ്. അങ്ങനെ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ കുഞ്ഞ് ഇതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ആ കുട്ടി ഒരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ആ കുട്ടിയെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ ആ കുട്ടിക്ക് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴായിരിക്കും ആ കുട്ടികളുടെ ജീവിതം തെരുവുകളിൽ നശിച്ചു പോകുന്നത്. കൂടെ നിർത്തുക. എന്ത് വന്നാലും നിങ്ങൾ പ്രസവ വേദന സഹിച്ച് ജനിപ്പിച്ച കുഞ്ഞല്ലേ, നിങ്ങൾ ഇത്രയും വളർത്തിയ കുഞ്ഞല്ലേ, അപ്പം നിങ്ങൾ വേണ്ടേ കൂടെ നിർത്താൻ? അതിനൊരു മാതൃകയായിട്ട് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. അതുപോലെ നമ്മൾ കൂടെ നിർത്തിയാൽ അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാന എല്ലാവരും പൊതുവേ പറഞ്ഞു വരുന്ന സംഭവമാണ് ഇപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ വസ്ത്രധാരണത്തെ പറ്റി. അതായത് ഇതൊരു ജനറലൈസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. മോശം വസ്ത്രധാരണമാണെങ്കിൽ ട്രാൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, ഇപ്പൊ സ്ത്രീകളോട് ചിലരോട് പറയുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു, അതല്ലെങ്കിൽ പുരുഷന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഒരുങ്ങുന്നത് വരെ പറയാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ് വ്യക്തികളുടെ ഇപ്പൊ പ്രൈഡിന്റെ ഒരു മൂവ്മെന്റ് നടക്കുകയാണ്. അതിൽ അവരുടെ വസ്ത്രധാരണത്തെ ഒരുപാടധികം വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വസ്ത്രധാരണം ഒരിക്കലും ആരെങ്കിലും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഇപ്പോൾ വന്ന മാറ്റത്തിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താ പറയും? നമ്മളൊരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്നാണ് ഒരു മനുഷ്യന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഒരു വ്യക്തിയുടെ ഞാൻ എന്ത് വേഷം ധരിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അതിനെനിക്ക് എൻ്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, എനിക്ക് അവകാശമുണ്ട്. ആസ് സൂൺ ആസ് അത് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാകാത്ത സൊസൈറ്റിക്കൊരു ഒരു വ്യക്തമായ നിയമവിരുദ്ധമാവാത്തിടത്തോളം കാലം, ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിലൊന്ന് നഗ്നതാ പ്രദർശനം നടത്തിയാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല. എനിക്കിഷ്ടമുള്ള വസ്ത്രം, അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ആരെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ ഞാൻ സുന്ദരനായിരിക്കണം എന്നതായിരിക്കും ഓരോരുത്തർ വിചാരിക്കുന്നത്. അങ്ങനെയായിരിക്കും ഡ്രസ്സ് ഇടുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഒക്കേഷൻ, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്ലാസ്സിന് പോവുകയാണ്, ഇന്ന ഡ്രസ്സ് ധരിക്കാം, ഇതായിരിക്കും ഈ ഒരു ഫംഗ്ഷന് സ്യൂട്ടാവുന്നത് എന്നൊക്കെ കരുതിയാണ് നമ്മൾ ഡ്രസ്സ്. ആരെ അട്രാക്റ്റ് ചെയ്യാൻ? ആ വേഷം കണ്ട് അട്രാക്ഷൻ ഉണ്ടാവുമോ? ജനിച്ചു വീണ കുഞ്ഞിനെ പോലും ലൈംഗികമായി പീഡിപ്പിച്ച് കൊല്ലുന്ന കാലമല്ലേ? 80 വയസ്സായ മുത്തശ്ശീനെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന സമൂഹത്തിൽ എന്താണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ വൈകൃതമായിട്ട് കാണിക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പൊതു ഇടങ്ങളിൽ വന്ന് നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു വ്യക്തി ഒരിക്കലും അംഗീകരിക്കില്ല. അത് നിയമവിരുദ്ധമാണ്. പക്ഷേ എൻ്റെ വസ്ത്രധാരണം എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ചിലർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഈ വസ്ത്രം അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അത് പിന്നെ ഈ പറയുന്ന പുരുഷന്മാർ ഈ പറയുന്ന സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടത്തുന്നില്ല. ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. മാത്രമായിട്ട്, അതായത് സ്ത്രീകളും ട്രാൻസ് വ്യൂമൻസും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തോ വലിയ കൊടിയ അപരാധമാവുകയും അതേ സാധനം തന്നെ പുരുഷന്മാർ ചെയ്താൽ, ഞാൻ ഇതുപോലെ 2 ജെൻഡർ സ്ക്വാഡിൻ്റെ ഭാഗമായ ഒരു വ്യക്തി ഇതുപോലൊരു ട്രാൻസ് വ്യൂമൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. നഗ്നതാ പ്രദർശനമാണ്, ഇറോട്ടിക്കാണ്. ആ വ്യക്തിയുടെ തന്നെ മറ്റൊരു സുഹൃത്ത്, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശസ്തമായ ഒരു ചാനലിലെ ഒരു ഷോയിൽ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബാത്റൂമിൻ്റെ കണ്ണാടി ചില്ലിലൂടിയിട്ട് തൻ്റെ ശരീരം പ്രദർശിപ്പിച്ച് വളരെ ഇറോട്ടിക്കായി കാണിക്കുമ്പോൾ അതിനെ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ശരീരം കാണിച്ചാലും ഞങ്ങൾ ശരീരം കാണിച്ചാലും ശരീരമല്ലേ? അതോടൊപ്പം തന്നെ ചേച്ചി കുറച്ച് അധികം വൈറലാക്കിയ ഒരു സംഭവമാണ് ബിഗ് ബോസിലെ അഭിഷേക് ശ്രീകുമാറിന്റെ എതിരെ കുറച്ച് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചിലർ പ്രതികരിച്ച് അതിനെപ്പറ്റിയും ഇങ്ങനെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചില മെയിൻ സ്ട്രീം ചാനലിൽ ഇതേപ്പറ്റി ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അഭിഷേകിന്റെ ആ ഒരു 2 ജെൻഡർ സ്ക്വാഡ് എന്നുള്ള ആ ഒരു പ്രയോഗമൊക്കെ വന്നിട്ടുള്ള ആ സമയത്താണ്.
അപ്പൊ ഈ 2 ജെൻഡർ സ്ക്വാഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും, അല്ലെങ്കിൽ അഭിഷേകിന്റെ ആ ഒരു 100 ദിവസം നിന്ന ഒരു വിജയത്തിന് എതിർത്ത് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിനോടൊക്കെ അനുബന്ധിച്ച് വന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ആദ്യം തന്നെ ഞാൻ അഭിഷേക് ശ്രീകുമാറിനെതിരെയല്ല സംസാരിച്ചത്. അഭിഷേക് ശ്രീകുമാറിൻ്റെ നിലപാടുകളെയും ആശയത്തിനുമെതിരെയാണ്. ആശയത്തിനെയാണ് വിമർശിക്കുന്നത്, വ്യക്തിയല്ല. പിന്നെ 2 ജെൻഡർ സ്ക്വാഡ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു സമൂഹത്തിൽ ഒരു മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ 2 ജെൻഡർ എന്ന് പറയുന്ന ഒന്നില്ല. ജെൻഡർ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഒരു കാര്യമാണ്. അതിനകത്ത് 2 ജെൻഡർ എന്ന് പറയുമ്പോൾ അതൊരു ബ്ലണ്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓക്കെ, അത് നിങ്ങളുടെ കാര്യം. അതിനെ തീർച്ചയായും ഒരു ലിംഗലൈംഗിക ന്യൂനപക്ഷ വ്യക്തി, ഒരു ക്യൂർ വ്യക്തി എന്ന ഒരു ഇതിൽ അതിനെ തീർച്ചയായും എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലുമുള്ള പല നിലപാടുകളും ആശയങ്ങളും പരസ്പര വിരുദ്ധമാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ആ ആശയങ്ങളെയാണ് എതിർത്തത്. അതായത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന ക്യൂർ മനുഷ്യർക്കെതിരായി നടത്തിയ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് നമുക്ക് ഈ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സെക്സ് എന്ന് പറയുന്നതും ജെൻഡറും സെക്ഷുവാലിറ്റിയും മൂന്നാണ്. അത് മൂന്നും തമ്മിൽ യാതൊരുവിധ ബന്ധം ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. സെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിക്കുന്നത് 3 സെക്സുകളിലായിട്ടാണ്: മെയിൽ, ഫീമെയിൽ ആൻഡ് ഇൻ്റർസെക്സ്. അപ്പോൾ ഇത് മൂന്നും ക്രോമസോമിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മൂന്നും നിർണ്ണയിക്കുന്നത്, ആശുപത്രിയിൽ നിർണ്ണയിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ഈ കുട്ടി വളരുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാവും, അല്ലേ? അത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? മാനസികവും ശാരീരികവും വൈകാരികവും ലൈംഗികവുമായിട്ടൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും. ഈ മാറ്റം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ചിലർക്ക് അവരുടെ ബൈ ബർത്ത് അസൈൻ ചെയ്യപ്പെട്ട ആ ഒരു സെക്സുമായി മിസ്മാച്ച്ഡ് ആയിട്ടുള്ളതായിരിക്കും അവരിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈ ബർത്ത് മെയിൽ അസൈൻ ചെയ്ത ഒരു വ്യക്തി ഈ പറയുന്ന മാനസികവും ശാരീരികവും വൈകാരികവും ലൈംഗികവുമായ ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ അവരുടെ ജെൻഡർ സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി അതിനെയാണ് ട്രാൻസ് വിമൻ എന്ന് പറയുന്നത്. ഇത് തന്നെ ട്രാൻസ് മെന്നിനും ബാധകമാണ്. ഇനി സെക്ഷുവാലിറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയോട് വൈകാരികവും ലൈംഗികവുമായി തോന്നുന്ന ഒരു അട്രാക്ഷനാണ്. ഇപ്പോൾ ഒരു പുരുഷന് ഇമോഷണൽ ആയിട്ടുള്ളതും സെക്ഷുവൽ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമുക്കതൊരു പുരുഷന് ഒരു സ്വന്തം സെക്സിൽ തന്നെയുള്ള ഒരു പുരുഷനോട് തോന്നാം. അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ ഗേ എന്ന് പറയും. ഒരു സ്ത്രീയോട് തോന്നാം. ഹെട്രോസെക്ഷൽ നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയും. സ്ത്രീയോടും പുരുഷനോടും തോന്നാം. നമ്മളതിനെ ബൈസെക്ഷൽ എന്ന് പറയും. സ്ത്രീയോടും പുരുഷനോടും ട്രാൻസ് വുമനോടും ട്രാൻസ് മെന്നോടും അങ്ങനെ എല്ലാ സെക്ഷുവാലിറ്റി ജെൻഡറിലുള്ള മനുഷ്യരോടും തോന്നാം. അതിന് നമ്മൾ പാൻസെക്ഷൽ എന്ന് പറയും. അങ്ങനെ വിവിധങ്ങളായ സെക്ഷുവാലിറ്റീസ് ഉണ്ട്. ഇത് തന്നെ സ്ത്രീകൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഇതാണ് ജെൻഡർ, സെക്സ്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. മൂന്നും ഡിഫറൻ്റ് ആയിരിക്കും. ബൈ ബർത്ത് മെയിൽ അസൈൻ ചെയ്ത ഒരാളുടെ ജെൻഡർ മെയിലായി തുടരണമെന്ന് ഒരു ആവശ്യമില്ല. ആ മെയിലായി തുടർന്ന ഒരു വ്യക്തി ഒരു സ്ട്രെയിറ്റ് ഹെട്രോസെക്ഷൽ വ്യക്തിയായിരിക്കണമെന്നും ഒരു നിർബന്ധമില്ല. എല്ലാവരിലും വൈവിധ്യമാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും പക്ഷികളിലും ഈവൻ സസ്യങ്ങളിൽ പോലും ഇതുണ്ട് എന്നാണ് കനേഡിയൻ ബയോളജിസ്റ്റായ ബ്രൂച്ച് ബാഹിമൻ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ എക്സ്യൂബറൻസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യത്യസ്തമാണ്. മനുഷ്യർ തന്നെ വ്യത്യസ്തരാണെന്നേ, വൈവിധ്യങ്ങളാണ്. എല്ലാവരും പലരും പലതാണ്. നമ്മൾ പറയും നമ്മുടെ 10 പേരുണ്ടെങ്കിൽ 10ഉം 10 പോലെ ഇരിക്കും. അങ്ങനെയാണ് മനുഷ്യർ. സത്യമാണ്, മനുഷ്യരെല്ലാം വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു സമൂഹം. ഈ വൈവിധ്യങ്ങളെയൊക്കെ നമ്മൾ ഒരുപോലെ ഉൾക്കൊള്ളുകയും ഒരുപോലെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോഴാണ് ആ സമൂഹം ഒരു മനോഹരമായ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിയ ഒരു സമൂഹമാവുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിനും ഇത്രയും എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഡാൻസിലായാലും അതുപോലെ തന്നെ ലൈഫിലായാലും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു.